അസ്സലാമു അലൈക്കും. മരണം നമ്മളെ കൂടെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും. ഇന്ന് രാവിലെ ഈസാക്കാൻ്റെ മരണവിവരം അറിഞ്ഞപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഞാനും ഷബീബും കൂടി നമ്മളെ തെല്ലത്തിക്കാൻ്റെ മോളുടെ വിവാഹത്തിന് ഖത്തറിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടിയതും ഒരുപാട് നേരം സംസാരിച്ചതൊക്കെ. ഒരുപാട് മുമ്പ് തന്നെ പരിചയമുണ്ടെങ്കിലും കഴിഞ്ഞ വേൾഡ് കപ്പ് മുതലാണ് മൂപ്പരെ നല്ല പരിചയപ്പെട്ട് നല്ല സംസാരിക്കാനും അതുപോലെ ഒരുപാട് തവണ ബന്ധപ്പെടാനൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ കല്യാണത്തിന് പോയ സമയത്ത് തന്നെ അവിടെ സജീവമായിട്ടുണ്ടായിരുന്ന മനുഷ്യനാണ്. അവിടെ പാട്ട് പാടിയിട്ടും എല്ലാവരോടും പരിചയം പുതുക്കിയിട്ടൊക്കെ നടന്നിരുന്ന മനുഷ്യനാണ്. പക്ഷെ മരണം മുന്നിലുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോയതിൻ്റെ 3 ദിവസം മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ മീറ്റിങ്ങിലാണ്, നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഞാൻ വിളിച്ചില്ല. പിന്നെ വിളിച്ചത് ഞാൻ പോരുന്ന സമയത്ത്, നാട്ടിലേക്ക് പോരുന്ന സമയത്താണ്. ഉച്ച സമയത്ത് ഫോൺ എടുക്കണില്ല. അപ്പോൾ ഞാൻ സെക്രട്ടറിക്ക് വിളിച്ചു. അങ്ങനെ ഇസാക്ക ഫോൺ എടുക്കണില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മൂപ്പർക്ക് പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പനിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ എന്തെങ്കിലും പനിയാണെന്ന് വിചാരിച്ചു നാട്ടിൽ നിന്ന് മെസ്സേജ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, വിധി മറ്റൊന്നായിരുന്നു. കാരണം ഇത്ര വലിയൊരു പനിയാണെന്നും ഇത് മരണത്തിലേക്കുള്ളൊരു അസുഖമാണെന്നും മനസ്സിലായില്ല. എന്തായാലും ഒരുപാട് പേരുടെ കണ്ണീര് ഒപ്പിയ മനുഷ്യനാണ്. അവരുടെയൊക്കെ പ്രാർത്ഥന അദ്ദേഹത്തിന് ഉണ്ടാവും. വിധിയെ നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നതും പ്രാർത്ഥന മാത്രമാണ്.